Good morning, dear students. Now we are going to prepare balance sheet of a banking company. A question is given from the following information. Prepare balance sheet of National Bank Limited as on 31st March 2020, giving the relevant schedules. Rupees in lakhs, current accounts 28 lakhs, cash credit 812.10, cash in hand 160.15, cash with RBI 37.88, cash with other banks 155.87, money at call 210.12, gold 55.23, government securities 110.17, premises 155.70, furniture 70.12, term loans 782.88. Share capital 19,80,000 shares of rupees 10 each, 198. Statutory reserve 231. Net profit before appreciation. അത് ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് അപ്രോപ്രിയേഷന് മുമ്പുള്ളതാണ്. അപ്രോപ്രിയേഷൻ നടത്തുന്നതിന് മുമ്പുള്ളത്. 150. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്. അത് പ്രീവിയസ് ഇയർസ് ബാലൻസ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള പ്രോഫിറ്റിന്റെ ബാലൻസ് ആണ്. 412. ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് 517. സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് 450. current account 520, bills payable 0.10, borrowings from other banks 110. Okay, then adjustments are given. Additional information: bill for collection 18,10,000, advances and endorsement 14,12,000, claims against the bank not acknowledged as debt 55,000, depreciation charges for premises 1,10,000, furniture 78,000. Then 50% of term loans are secured by government guarantees. Out of the total loans, 50% of the term loans are secured by government guarantees. Next one is 10% of cash credit is unsecured. Out of total unsecured cash credit, 10% is unsecured. Also calculate cash reserve required and statutory reserve required. ക്യാഷ് റിസർവും CRR ക്യാഷ് റിസർവ് റേഷ്യോ വെച്ചിട്ട് എത്ര രൂപ ക്യാഷ് റിസർവ് വേണം, SLR എത്ര വേണം എന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാഷ് റിസർവ് റിക്വയർഡ് ഈസ് 3% ഓഫ് ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ്. നമ്മൾ മുൻപ് പറഞ്ഞതാണ്. കറണ്ട് ഡെപ്പോസിറ്റിൻ്റെയും ടൈം ലാബിലിറ്റിയുടെയും ചേർന്നുള്ള 3% ആണ് ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ SLR 18.5% ഓഫ് ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ്. നമ്മൾ ആദ്യം ബാലൻസ് ഷീറ്റ് ചെയ്തിട്ടുള്ളത് കാണുന്നു. അതിനുശേഷം അതിൻ്റെ ഓരോ ഷെഡ്യൂൾസും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020. എന്നിട്ട് ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസ്. ക്യാപിറ്റൽ ഫസ്റ്റ് ഷെഡ്യൂൾ 198. ഷെഡ്യൂൾസ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. റിസർവ്സ് ആൻഡ് സർപ്ലസ് സെക്കൻഡ് ഷെഡ്യൂൾ 739. Deposits third schedule 1487.12, borrowings fourth schedule 110, other liabilities and provisions fifth schedule 0.10, total 2588.22. Assets cash and balance with the Reserve Bank of India sixth schedule 204.76, balance with the banks money at call and short notice seventh schedule 359.26, investments 8th schedule 165.40, advances 9th schedule 1632.98, fixed assets 10th schedule 225.82, other assets 7th schedule nil, total 2588.22, contingent liabilities 12th schedule 14.97, bills for collection 18.10. Then schedules one by one. Schedule 1, authorized capital. No information is given. Issued, subscribed, called up and paid up capital. Okay.
19,80,000 shares of 10 each. 198. Total 198. ഇതാണ് ബാലൻസ് ഷീറ്റ് കാണിച്ചിരിക്കുന്ന ടോട്ടൽ. ഷെഡ്യൂൾ നമ്പർ 2, റിസർവ്സ് ആൻഡ് സർപ്ലസ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ഓപ്പണിംഗ് ബാലൻസ് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് 231. അഡീഷൻസ് ഡ്യൂറിങ് ദി ഇയർ. ഈ വർഷത്തെ അഡീഷൻസ് ആണ്. ഈ വർഷത്തെ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ 25% കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്നതാണ്. 37.50. ടോട്ടൽ 268.50. ദെൻ ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ഈ വർഷത്തെ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ ബാലൻസ് ആണ്. അത് നമുക്ക് പിന്നെ ട്രയൽ ബാലൻസിൽ ബിഫോർ അപ്രോപ്രിയേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്രോപ്രിയേഷൻ കഴിച്ചിട്ടുള്ളതാണ് വർക്കിംഗ് നോട്ടായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. 524.50. സോ ടോട്ടൽ 793. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 3, ഡെപ്പോസിറ്റ്സ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഫ്രം അതേഴ്സ്. അത് കറണ്ട് ഡെപ്പോസിറ്റ് ആണ്. 520.12. സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് 450. ടേം ഡെപ്പോസിറ്റ്സ് അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആണ്. ഫ്രം അതേഴ്സ് 517. അതായത് കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മൂന്നും കൂടെ ചേർത്ത് 1487.12. ഷെഡ്യൂൾ നമ്പർ 4, ബോറോയിങ്സ്. അതിൽ ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്സ് എന്നുള്ളത് 110. ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI. ക്യാഷ് ഇൻ ഹാൻഡ് 160. ബാലൻസ് വിത്ത് RBI ഇൻ കറണ്ട് അക്കൗണ്ട് 44.61. അത് നമുക്കൊരു കാൽക്കുലേഷനായിട്ട് വർക്കിംഗ് നോട്ടായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ 204.61. ഷെഡ്യൂൾ നമ്പർ 7, ബാലൻസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ബാലൻസ് വിത്ത് ബാങ്ക്സ് ഇൻ കറണ്ട് അക്കൗണ്ട്സ് 149.14. അതിനും ചെറിയൊരു കാൽക്കുലേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. വർക്കിംഗ് നോട്ടിൽ നോക്കാം. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് വിത്ത് ബാങ്ക്സ് 210.12. സോ ടോട്ടൽ 359.26. ഷെഡ്യൂൾ നമ്പർ 8, ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 110.17. പിന്നെ അതേഴ്സ് ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അത് ഗോൾഡ് ആണ്. 55.23 ആണ്. ടോട്ടൽ 165.40. ഷെഡ്യൂൾ നമ്പർ 9, അഡ്വാൻസസ്. അതിൽ ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട് 28. ഓവർ ഡ്രാഫ്റ്റ് 812.10. ടേം ലോൺസ് 792.88. ടോട്ടൽ 1632.98. അതിൽ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്. അതൊന്ന് സ്പ്ലിറ്റപ്പ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. 1632.98ൻ്റെ സ്പ്ലിറ്റപ്സ് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിരിക്കുന്നത് കാണിച്ചിരിക്കുകയാണ്. സെക്യൂർഡ് ബൈ ടാഞ്ചിബിൾ അസറ്റ്സ് 1152.53. കവേർഡ് ബൈ ബാങ്ക് ഓർ ഗവൺമെൻറ് ഗ്യാരണ്ടി 396.44. അൺസെക്യൂർഡ് 84.01. ഇത് ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് ഈ വിവരങ്ങൾ തന്നതുകൊണ്ട് ആ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. ഷെഡ്യൂൾ നമ്പർ 10, ഫിക്സഡ് അസറ്റ്സ്. പ്രിമിസസ് അറ്റ് കോസ്റ്റ് ഓൺ 31st March 2020. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ 156.80 ആണ്. 156.80 ആണ്. ലെസ് ഡിപ്രീസിയേഷൻ 1,10,000 ആണ്. അപ്പോൾ 156.80 മാർച്ച് 31 കോസ്റ്റ് ആണ്. അതിൽ നിന്നും 1.10 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 155.70. അതർ ഫിക്സഡ് അസറ്റ്സ് ഫർണിച്ചർ ആണുള്ളത്. അറ്റ് കോസ്റ്റ് ഓൺ 31st March 2020 70.90 ആണ്. ലെസ് ഡിപ്രീസിയേഷൻ ടു ഡേറ്റ്. ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ 78,000 ആണ്. ദാറ്റ് മീൻസ് 0.78 കഴിച്ച് ബാലൻസ് 70.12. അപ്പോൾ രണ്ട് അസറ്റും കൂടെ ചേർത്ത് ഫിക്സഡ് അസറ്റിൻ്റെ ടോട്ടൽ 225.82. 11th ഷെഡ്യൂളിൽ നമുക്കൊന്നും വരുന്നില്ല. 12th ഷെഡ്യൂൾ, കണ്ടിജന്റ് ലയബിലിറ്റീസ്.
ബിൽസ് ഫോർ കളക്ഷൻ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 18.10. ക്ലെയിംസ് എഗെയിൻസ്റ്റ് ബാങ്ക് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ് 0.55. acceptances, endorsements, etc. 14.12. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ക്ലെയിംസ് എഗെയിൻസ്റ്റ് ബാങ്ക് നോട്ട് അക്നോളജ് ആസ് ഡെറ്റും ആക്സെപ്റ്റൻസ് എൻഡോഴ്സ്മെൻറ്റും കൂടെ ചേർത്ത് 14.67. ബിൽ സെൻഡ് ഫോർ കളക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ഇനി ചെറിയൊരു കാൽക്കുലേഷൻ ആണ്, ഒന്ന് രണ്ട് കാൽക്കുലേഷൻസ്. ക്യാഷ് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും സേവിങ്സ് ഡെപ്പോസിറ്റിൻ്റെയും കറണ്ട് ഡെപ്പോസിറ്റിൻ്റെയും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഈ 3 ഡെപ്പോസിറ്റുകളുടെയും തുകയുടെ 3% നമ്മൾ ക്യാഷ് റിസർവായിട്ട് റിസർവ് ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് 517 സേവിങ്സ് അക്കൗണ്ട് 450, കറണ്ട് അക്കൗണ്ട് 520.12. സോ ടോട്ടൽ ഡെപ്പോസിറ്റ്സ് 1487.12. ഓക്കെ, അപ്പോൾ 1487.12 ഇൻറ്റു 3% is equal to 44.61. അപ്പോൾ 44,61,000 രൂപ നമ്മൾ ബാങ്ക് റിസർവ് ബാങ്കിൽ ക്യാഷ് റിസർവായിട്ട് സൂക്ഷിക്കണം. അത്ര ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ റിസർവ് അത്ര ഇല്ലെങ്കിൽ അത് കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് SLR. SLRും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള മൊത്തം ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, ഇത് മൂന്നും കൂടി ചേർത്ത് കിട്ടുന്ന തുകയുടെ 18.5% ലിക്വിഡ് ആയിട്ടുള്ള അസറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ലിക്വിഡ് ആയിട്ടുള്ള റിസർവ് അസറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഡെപ്പോസിറ്റ് 1487 ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റു 18.5% ഈസ് ഈക്വൽ ടു 275.12. അതാണ് SLR ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ്, അതുപോലെ തന്നെ പെട്ടെന്ന് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റുന്ന മറ്റു സെക്യൂരിറ്റീസ് ആയിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടുന്ന തുക. നമ്മുടെ ബാങ്കിൽ തന്നെ സൂക്ഷിച്ചാൽ മതി, റിസർവ് ബാങ്കിലൊന്നും വെക്കണ്ട. നമ്മുടെ കയ്യിൽ തന്നെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഓക്കെ, ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എമൗണ്ട് ഈ വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ബിഫോർ അപ്രോപ്രിയേഷൻ ആണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ കഴിച്ചിട്ട് എത്ര ബാലൻസ് ഉണ്ട് അതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. സോ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അപ്രോപ്രിയേഷൻ 150. ഓക്കെ, ആഡ് പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് ഫ്രം പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 412 തന്നിട്ടുണ്ട്. രണ്ടും കൂടെ ചേർത്ത് ഈ വർഷത്തെ പ്രോഫിറ്റ് 150, കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ പ്രോഫിറ്റ് 412 ചേർത്ത് 562 ആണ് ഉള്ളത്. ഓക്കെ, ലെസ് ട്രാൻസ്ഫർ ടു റിസർവ് എന്നുള്ളിടത്ത് എഴുതിയത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 562 അല്ല, ഈ വർഷത്തെ പ്രോഫിറ്റ് 150 ഇൻറ്റു 25%. ഈ വർഷത്തെ പ്രോഫിറ്റിൻ്റെ 25% ആണ് മാറ്റേണ്ടത്. 150 ഇൻറ്റു 25% ഈസ് ഈക്വൽ ടു 37.50. പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 524.50 ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഈ വർഷം കാണിക്കേണ്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, ട്രാൻസ്ഫർ നീഡഡ് ടു മെയിൻറ്റെയിൻ CRR. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടു CRR കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ തൊട്ട് മുമ്പിലത്തെ ഇതിൽ ക്യാഷ് റിസർവ് 44.61 ആണ് വേണ്ടത്. 44.61 അത്രയുണ്ടോ എന്ന് നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ക്യാഷ് റിസർവ് റിക്വയർഡ് 44.61, അതായത് ഡെപ്പോസിറ്റിൻ്റെ 3%. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസ് നോക്കിയാൽ കാണാൻ പറ്റും ക്യാഷ് റിസർവ് വിത്ത് RBI 37.88 മാത്രമേ ഉള്ളൂ, കുറവാണ്. അപ്പോൾ അത് കഴിച്ച് ബാക്കി 6.73, അതായത് 6,73,000 നമ്മൾ ക്യാഷായിട്ട് റിസർവ് ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. 6.73 ട്രാൻസ്ഫർ നീഡഡ് ടു മെയിൻറ്റെയിൻ ക്യാഷ് റിസർവ് 6.73. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിൽ 44.61 ആണ് കാണിക്കേണ്ടത്. ഈ 6,73,000 നമ്മൾ അതിലേക്ക് മാറ്റി വെക്കണം. ഇനി ലിക്വിഡ് അസറ്റ്, നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് അസറ്റ് SLR കാണാൻ വേണ്ടി, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി കാണാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് 160.15,
cash with other banks 155.87, money at call and short notice 210, gold 210, government securities 110.17, ഇപ്പം എല്ലാം കൂടെ ചേർത്ത് 691.54. ഇത്രയാണ് ലിക്വിഡ് അസറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഇപ്പോൾ ലിക്വിഡ് അസറ്റ് അത് മതിയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദി എക്സസ് ലിക്വിഡിറ്റി നമ്മുടെ കയ്യിലുണ്ട്. എങ്ങനെയാണ് എക്സസ് ലിക്വിഡിറ്റി വരുന്നത്? പിന്നെ എക്സസ് ലിക്വിഡിറ്റി നമ്മളെ കയ്യിൽ വരുന്നുണ്ട്. അതായത് എത്ര രൂപയാണ് ലിക്വിഡിറ്റി ആവശ്യമായിട്ട് വരുന്നത്? SLR 275.12 മാത്രമേ SLR വേണ്ടൂ. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ലിക്വിഡായിട്ട് നമ്മുടെ കയ്യിൽ 275 മാത്രമേ 0.12 മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ കയ്യിൽ അതിൽ കൂടുതലുണ്ട്. അപ്പം അങ്ങനെ വരുന്ന എക്സസ് ആയിട്ട് വരുന്ന നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ഉണ്ട്. അപ്പം ലിക്വിഡ് അസറ്റ്സ് എന്തൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? ഓക്കെ, ഇല്ല, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് വിത്ത് അതർ ബാങ്ക്സ്, അങ്ങനെയെല്ലാം ചേർന്ന് 691 നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ അത്രയും ആവശ്യമില്ല. ഓക്കെ, അപ്പം അതേസമയം നമ്മൾ ക്യാഷ് റിസർവ് കുറവാണ്. ക്യാഷ് റിസർവ് 6,73,000 ഷോർട്ടുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന ഒന്നുകിൽ നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡിൽ നിന്നും അത്രയും രൂപ അങ്ങോട്ടേക്ക് മാറ്റണം, അല്ലെങ്കിൽ ക്യാഷ് വിത്ത് അതർ ബാങ്ക്സിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, അങ്ങനെ ഏതിൽ നിന്നെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് മറ്റ് ബാങ്കുകളിൽ നമ്മൾ ക്യാഷായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലിക്വിഡ് ക്യാഷ് SLR മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്. എത്രയുണ്ട്? 155.87 മറ്റ് ബാങ്കുകളിൽ ക്യാഷായിട്ടുണ്ട്. അതിൽ നിന്നും നമ്മുടെ ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന 6.73 മാറ്റിയിട്ട് ബാക്കി മാത്രം നമുക്കിനി ബാങ്കിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. സോ ദി എക്സസ് ലിക്വിഡിറ്റി എനേബിൾസ് ട്രാൻസ്ഫർ ഓഫ് 6.73 lakhs ഫ്രം ക്യാഷ് വിത്ത് അതർ ബാങ്ക്സ് ടു ക്യാഷ് വിത്ത് RBI. അപ്പം അങ്ങനെ 155.87 അതർ ബാങ്ക്സിലുള്ള ക്യാഷ്. അതിൽ നിന്നും 6,73,000 എങ്ങോട്ടേക്ക് മാറ്റും? റിസർവ് ബാങ്കിലോട്ട് ക്യാഷ് ലിക്വിഡ് ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റും. അപ്പം ഇതിൻ്റെ ഫലം എന്താണ്? ക്യാഷ് വിത്ത് അതർ ബാങ്ക്സ് എന്നുള്ളത് 155.87 മൈനസ് 6.73 കഴിച്ച് ബാക്കി 149.14 മാത്രമേ ബാലൻസ് ഷീറ്റിൽ കാണിക്കാവൂ. ഇനി പിന്നെ റിസർവ് ബാങ്കിൽ കാണിക്കുമ്പോഴോ? റിസർവ് ബാങ്കിൽ ഓൾറെഡി ഉള്ള എമൗണ്ടിൻ്റെ കൂടെ 6.73 കൂടെ ചേർത്ത് നമുക്ക് വേണ്ടുന്ന ലിക്വിഡ് ആയിരിക്കുന്ന ക്യാഷ് വിത്ത് RBI 37.88 ആണ്. അതിൻ്റെ കൂടെ 6.73 കൂടെ ചേർത്തിട്ട് 44.61 ആയിരിക്കണം കാണിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.